പത്തനംതിട്ടയിലെ ജസ്ന തിരോധാന കേസിൽ മുൻ ലോഡ്ജ് ജീവനക്കാരിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് CBI സംഘം. കാണാതാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് മുണ്ടക്കയത്തെ ലോഡ്ജിൽ ജസ്ന എത്തിയെന്ന് വെളിപ്പെടുത്തൽ അന്വേഷണ സംഘം പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. എങ്കിലും ലോഡ്ജ് ഉടമ ബിജു സേവ്യറിന്റെ മൊഴി CBI രേഖപ്പെടുത്തി. ലോഡ്ജിലും അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. മുണ്ടക്കയത്തെത്തിയ CBI സംഘം കേസിന്റെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അതേസമയം വെളിപ്പെടുത്തൽ നടത്തിയ രമണിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. ലോഡ്ജിലെ മുൻ ജീവനക്കാരിയായ രമണിയുടെ വെളിപ്പെടുത്തൽ പ്രകാരമാണ് CBI സംഘം മുണ്ടക്കയത്ത് എത്തിയത്. ആദ്യം തന്നെ ഈ ഒരു ലോഡ്ജ് ഉടമയുടെ മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു. അതായത് ഇതൊരു പുതിയ വെളിപ്പെടുത്തൽ അല്ല, പക്ഷെ നേരത്തെയും ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിലും ഇവർ സമാനമായ മൊഴി നൽകിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ പുതിയ സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കേസ് അന്വേഷണം അവസാനിക്കുകയാണ്, യാതൊരു തുമ്പും കിട്ടുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഇത് അവസാനിപ്പിക്കുന്ന റിപ്പോർട്ട് CBI ഹൈക്കോടതി നൽകാൻ തീരുമാനിച്ചിരുന്നു, നൽകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ജസ്നയുടെ പിതാവ് കോടതിയെ സമീപിച്ച് തനിക്ക് പുതിയ ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ചില രേഖകൾ മറ്റും കൈമാറിയിരുന്നു. ഇതുകൂടി പരിശോധിക്കാൻ കോടതി നിർദ്ദേശിച്ചൊരു സമയത്താണ് ഈ ഒരു മൊഴി കൂടി പുറത്തു വരുന്നത്. എന്തായാലും ലോഡ്ജ് ജീവനക്കാരന്റെ മൊഴി എടുത്തതിൽ ഇത് വസ്തുതയല്ല ഈ ഒരു മുൻ ജീവനക്കാരിയുടെ നിലപാട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു മൊഴി താനുമായിട്ടുള്ള ഈ ലോഡ്ജ് ജീവനക്കാരി താനുമായി ഒരൽപ്പം ഉടക്കിലാണ്. അതായത് ഇവർ തമ്മിൽ അഭിപ്രായ ഭിന്നതകളുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഒരു മൊഴി നൽകിയതെന്നാണ് ലോഡ്ജിന്റെ ഉടമ നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും ഇത്തരം വിവരങ്ങൾ ഒന്നുകൂടി ശേഖരിക്കുക എന്നുള്ളതാണ് മുണ്ടക്കയത്തുള്ള CBI സംഘം ഇന്ന് ചെയ്തിട്ടുള്ളത്. വരും ദിവസങ്ങളിലും കൂടുതൽ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. ഇതൊരു വലിയ ഗൗരവമേറിയൊരു മൊഴിയായി ഇപ്പോൾ CBI കാണുന്നില്ല. കാരണം ക്രൈംബ്രാഞ്ച് ഈ മൊഴി രേഖപ്പെടുത്തുകയും ഇതിൽ ഒരു അന്വേഷണമൊക്കെ നടത്തുകയും ചെയ്തതാണ്. ജസ്നയുടെ പിതാവും ഈ ഒരു മൊഴിയോട് വിയോജിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ മുന്നോട്ട് പോവുക എന്നുള്ളത്, അതായത് എങ്കിലും ഒരു പുതിയ മൊഴി വന്ന സാഹചര്യത്തിൽ അതുകൂടി ഒന്ന് പരിശോധിക്കുക എന്നതാണ് ഇപ്പോൾ എന്തായാലും CBI സംഘം ചെയ്യുന്നത്.